ചേച്ചി മുന്നീന്ന് മാറ്. സ്പീഡ് കൊടുക്കടാ. ഈ കുന്നത്തിന് വാലൊന്നും മാറ്റി പിടിക്കും. ബ്രേക്ക് എവിടെ? ഈ പാട്ട വണ്ടിക്ക് ബ്രേക്ക് ഇല്ലല്ലോ. നിനക്ക് വണ്ടി തന്നെ അവളെ കൊല്ലും. ഞാൻ സഹിച്ചു. കുറച്ച് നേരത്തേക്കൊന്നും മിണ്ടാതിരിക്കാമോ? ഞാനൊന്ന് കോൺസെൻട്രേറ്റ് ആയിട്ടെ. ഇടത്തോട്ട് റൈറ്റ് അല്ലേ? ഞാൻ ഓടിച്ചോളാം. പോയി എന്തുവാടാ? എന്തോ മിസ്സിംഗ് ആന്ന് തോന്നുന്നു. മിസ്സിംഗ് മോളെ വണ്ടിയിലോട്ട് കയറി വീട്ടിലോട്ട് വിടാം. വേണ്ട ജോസൂട്ടി ചേട്ടാ, എനിക്ക് റിൻസിയുടെ വീട്ടിലൊന്ന് കയറണം. ഹായ്, കൊള്ളാലോ. ഇതെന്നാ ആട്ടിൻകുഞ്ഞിനെ ലേലം വിളിച്ചാ? എല്ലാവരും ലിഫ്റ്റ് കൊടുത്താ. ജോസാരോട് അന്വേഷണം പറഞ്ഞേ. വണ്ടിയുടെ അല്ലെങ്കിൽ നീ ആടിനെ പിടിക്കാൻ ചാടിക്കല്ലേ. ഫസ്റ്റ് ഇട്. എടുക്ക്. ഫസ്റ്റ് ഇട്. ഫസ്റ്റ് അല്ലേ? അപ്പോ ജോസൂട്ടി ചേട്ടൻ ആട്ടിൻകുഞ്ഞിനെ വെച്ച് നമുക്ക് അടുത്ത റീൽ എടുത്താലോ? ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. ഇത് നമുക്ക് അവിടെ എടുത്താലോ? എന്നാ ഫോൺ അവിടെ സെറ്റ് ചെയ്യാം. വേഗം വാ. എന്നാത്തിന്റെ കേടാ മനുഷ്യ ഈ പെമ്പിള്ളാരുടെ പറയാ ഇങ്ങനെ ബൈക്കും കൊണ്ട് നടക്കാൻ? എടീ 10-25 വർഷം സർവീസിലുണ്ടായിരുന്ന ഞാൻ നിനക്ക് നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം അറിയോ? പിന്നെ അതൊക്കെ നോക്കിയാ പെമ്പിള്ളാരെ വളർത്താൻ പറ്റുമോ? ഇത് പഴയ കാലമൊന്നും അല്ല, അതാദ്യം മനസ്സിലാക്കുക. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് നേരെ ചൊവ്വേ റോട്ടിലിറങ്ങി നടക്കാൻ പറ്റുമോ? ന്യൂസ് ചാനലിലെ നിമ്മിയുടെ തിരോധാനം അന്തിച്ചർച്ച കാണാൻ ഞാൻ എന്തായാലും ആഗ്രഹിക്കില്ല. ഷോ, ഈ പോലീസുകാരല്ല ഇങ്ങനെ ആയിപ്പോയല്ലോ ദൈവമേ. നിങ്ങളുടെ തലക്കെത്തെന്തോ കുഴപ്പമുണ്ട്. ഇപ്പൊ ചികിത്സിച്ചാ കൊള്ളാം. എനിക്കല്ല കുഴപ്പം, നിനക്കാ കുഴപ്പം. ചേട്ടാ, ഈ തൊണ്ടിയിലെ തോമാശന്റെ വീടേതാ? ഏതുണ്ട്? എനിക്കറിയൊന്നുമില്ല. നീ ആ റോട്ടിലങ്ങനെ പോയി അന്വേഷിക്കും. അതാ കേറ്റത്തില് വീടല്ലേ? നിങ്ങൾക്ക് അതങ്ങ് പറഞ്ഞു കൊടുത്താ പോരായിരുന്നു? നിനക്കറിയാണ്ട, ഇത് വഴി രണ്ട് വന്നിട്ടുള്ളതൊന്നല്ല. ഓരോരുത്തർ അറിയിക്കോളും. എന്നെ കുറിച്ച് അറിയില്ല അവന്, എനിക്കെല്ലാം അറിയാം. മനസ്സിലായ? ഇങ്ങോട്ട് വന്നേ. ഈ അവളമാരുടെ റൂമിൽ കയറി നോക്കിണ്ട, മുഴുവൻ ചൈനക്കാരാ. പ്രപഞ്ചത്തിലെ പോരാളി. ഈ ചെറുക്കന്റെ കയ്യിൽ വണ്ടി കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ ജോസൂട്ടി? പിന്നെ എങ്ങനെ അവൻ ഡ്രൈവിംഗ് പഠിക്കുന്നേ? ഇതിനെ പിടിച്ചോണ്ട് അവൻ ഇരിക്കാൻ മേലെന്ന്. ഇതിന് എന്നാ കൊടുത്തു? 5. ഒന്നില്ല. ഈ മാസത്തെ ചിട്ടിയുടെ പൈസ അടച്ചോ? മാതൃത്വത്തില് നീ എന്നാടാ കൊടുക്കാ? ഞാനാണോ അടക്കണ്ടേ? ഇവിടുത്തെ കോഴിയും പശുവൊന്നും പോരാനായിട്ടാണോ? ആനെ കൊണ്ടുവരണോ? കിട്ടിയപ്പോഴേക്കും പേര് കിട്ടോ? അത് നമ്മുടെ പുളിക്കല ജോർജ് ഇട്ടുചായന്റെയാ. പുള്ളി വിളിക്കുന്ന പേരാ. നിനക്ക് വേണേ വേറെ പേരിട്ടോ. ഒരു സാധനം കൂടി ഉണ്ട്. നന്നായിടാ. അല്ലെങ്കിൽ പിള്ളേർക്ക് ആട്ടുംപാല ബെസ്റ്റ്. അതറിയോ? അങ്ങനെ പറഞ്ഞു. എല്ലാം സപ്പോർട്ട് ചെയ്യാൻ ഒരു അമ്മച്ചി. ആടെ അടുത്തത് വെല്ലുമ്മച്ചക്കൊരു കോഴി. ഇത് നമ്മുടെ പെടയല്ലേ? അയ്യോ, ഇന്ന് മുതൽ ഇതിനെയല്ലേ ഞാൻ നേർച്ച കൊടുത്തത്? അതിനെ വിളിച്ചോണ്ട് പോന്നോ? എനിക്കതറിയാമോ. ഞാൻ നോക്കിയപ്പോ നല്ല മുട്ടയിടുന്ന പൂവനാന്ന് വിചാരിച്ചു. അല്ല, പേടയാന്ന് വിചാരിച്ചു. ഇതിന്റെ മുട്ടയല്ലേ ഞാൻ എല്ലാ ദിവസവും കടയിലേക്ക് തന്നു വിടുന്നേ. ഇതിലും ഭേദം നിങ്ങൾ പട്ടാളത്തിൽ പോകുന്നേ. മുട്ട നോക്കി ഏത് കോഴി ഇട്ടെന്ന് എനിക്കറിയാവോ? ഞാനൊരു പണിയെടുത്ത് എന്നാടാ വിളിച്ച വരികയില്ല. ഇതൊരു പച്ചക്കറി കട മുഴുവനുണ്ടല്ലോ. എടി, ഇത് മുഴുവൻ ഓർഗാനിക്കാ. നല്ല ചാരവും ചാണകവും ഇട്ടുണ്ടാക്കിയത്. ഈ മുട്ടയും മുട്ടയില്ല, ഈ ചേമ്പും കാച്ചിലും ഈ ഓൾ വെജിറ്റബിൾസ്. എന്റെ പൊന്നറിയമ്മ, ഇന്നത്തെ ലേലത്തിന് നീ കൂടെ വരേണ്ടതായിരുന്നു. എന്നെ പിടുത്തമായിരുന്നു അറിയോ? നമ്മുടെ കോച്ചേരി ബാബു എന്നോട് വാശിക്ക് മത്സരിക്കാൻ ഞാൻ വിട്ടുകൊടുക്കുവോ? നിനക്കറിയോ, ആ 10 കോഴിമുട്ട 4000 രൂപയ്ക്ക് ഞാൻ പിടിച്ചേ. 4000 രൂപയോ ഈ മുട്ടയ്ക്കോ? പിന്നെ ഞാൻ തോറ്റു കൊടുക്കണോ? പിന്നെ വികാരിയച്ഛനും ഉണ്ടായിരുന്നു എരിവ് കയറ്റാൻ. വെറുതെ അല്ല. പിന്നെ അതുപോലെ തന്നെ ഈ കാച്ചിലെ നല്ലപോലെ പുഴുങ്ങിട്ട് നല്ല തൈര്യമതി കൂട്ടി ഒരു പിടുത്തം. ആര്? അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാവർക്കും കഴിക്കാം.
ഓ ഭയങ്കര ദാഹമേ. ആ വേണമെങ്കിൽ ഒരു ജ്യൂസ് അടിക്കാല്ലേ? നോക്കൂ, പൈനാപ്പിൾ നല്ലതായിരിക്കും അല്ലേ? നല്ലതായിരിക്കും. പക്ഷെ അപ്പടി മധുര. പപ്പയ്ക്ക് ഷുഗർ അല്ലേ? അപ്പൊ ഇത് മതി. നല്ലതാ, അടിച്ചോണ്ട് തരാവേ. എനിക്ക് ചൊറിഞ്ഞ് കേറുന്നുണ്ട്. എന്നാ പപ്പ? അല്ല ഈ ചേന നിങ്ങൾ കഴിക്കുന്നവർ കഴിക്കുമ്പോൾ സൂക്ഷിക്കണം, ചിലപ്പോ ചൊറിയും. നിന്നെ പോലുള്ളവർക്ക് കൂടുതൽ ചൊറിയും. ചൊറിയും.